ഹലോ ഫ്രണ്ട്സ്, ഞാൻ മഞ്ജുഷ. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പനീർ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം കൊള്ളണ ഒരു കപ്പ് ബസ്മതി റൈസ് ഞാനൊരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഊറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്കുള്ള പനീർ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം 200 ഗ്രാം പനീർ ക്യൂബ്സ് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പനീറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ദാ നമ്മുടെ പനീറൊക്കെ ഒരുവിധം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ബാക്കി വന്ന നെയ്യിലോട്ട് തന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് 30 സെക്കൻഡ് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും നല്ലപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ബേ ലീഫ്, പിന്നെ 3 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പൂ, 1 തക്കോലം, ഒരു ചെറിയ പീസ് ജാതിപത്രി, 2 ഏലക്ക, പിന്നെ 10 കുരുമുളക്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയ്ക്കൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ഒരു വലിയ സബോള സ്ലൈസ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സബോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സബോള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 10 ബീൻസ് ചോപ്പ് ചെയ്തത്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും മിൻറ്റ് ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതൊരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പനീർ പീസ് ഇട്ട് കൊടുക്കാം. ഇതിടുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഈ പനീറിൽ ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുതിർത്ത അരിയല്ല, അപ്പോൾ നമ്മളിങ്ങനെ കുത്തി ഇളക്കുമ്പോൾ ഈ അരിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്നിങ്ങനെ മറച്ചിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരി മെഷർ ചെയ്തത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി പൊട്ടാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഉപ്പ് ജസ്റ്റ് ഒന്ന് പൊടിക്ക് കയറി നിൽക്കണ അളവിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അരി വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു വിസിലൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ഇത് തുറന്നു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇതാ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പുലാവൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരിയൊക്കെ ഒന്നുമേ ഒട്ടിപ്പിടിക്കാണ്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുത്തി ഇളക്കാണ്ട് അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ അരിയൊക്കെ ഇതിൽ കിടന്ന് വീണ്ടും ഉടയും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പനീർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. തണുത്ത് കഴിഞ്ഞ് നമ്മുടെ പനീറൊക്കെ കുറച്ച് ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.